നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായ 9 മണി വാർത്തകൾ ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ ആഞ്ഞടിച്ച് സാന്ദ്ര തോമസ്. മലയാള സിനിമയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഗൂഢനീക്കത്തിന് കൂട്ടുനിൽക്കരുത്, സിനിമാ വ്യവസായത്തെ ഒറ്റിക്കൊടുക്കരുതെന്നും FB പോസ്റ്റ്. സിനിമാ സംഘടനകളുടേത് കുറ്റകരമായ മൗനമെന്നും വിമർശനം. എൻ്റെയും ഞങ്ങളുടെ ഓഫീസിലേക്ക് ഷൈനും അമ്മയും വന്നിട്ട്, അമ്മയും അച്ഛനും അദ്ദേഹത്തിൻ്റെ അനിയനും വന്നു. അവിടെ വെച്ച് അദ്ദേഹം നമ്മുടെ മുമ്പിൽ കൺഫസ് ചെയ്തു, ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ഞാൻ അഡിക്റ്റാണ്, എനിക്കൊന്ന് തിരിച്ചു വരാൻ ഒരവസരം. അയാൾ എൻ്റെ മുമ്പിൽ കരഞ്ഞെന്ന് ചോദിച്ചു, എനിക്കൊരവസരം കൂടി തരുമോ എന്ന് ചോദിച്ചു. ലഹരി ഉപയോഗിച്ചെന്ന് ഷൈൻ ടോം ചാക്കോ കുറ്റസമ്മതം നടത്തിയെന്ന് സിബി മലയിൽ. പലർക്കും ലഹരി ഉപയോഗം നിർത്താനാകാത്തത് മലയാള സിനിമയിലെ ചില കൂട്ടുകെട്ടുകൾ കൊണ്ട്. തിരുത്താൻ തയ്യാറുള്ളവരെ ചേർത്ത് പിടിക്കുമെന്നും ഫെഫ്ക പ്രസിഡന്റ് ന്യൂസ് 18 Q18-ൽ. കെ മുരളീധരനെ തൃശൂരിൽ മത്സരിപ്പിച്ചതിന് പിന്നിൽ കെ ജയന്ത് എന്ന ഹൈക്കമാൻഡ് വിലയിരുത്തൽ. കണ്ണൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമാക്കി ജയന്ത് നീക്കങ്ങൾ നടത്തി. KPCC നേതൃത്വത്തിന് ജാഗ്രതക്കുറവുണ്ടായെന്നും ഹൈക്കമാൻഡ് നിരീക്ഷണം. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ വെട്ടിലാക്കി മന്ത്രി K രാജന്റെ മൊഴി. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല, പ്രശ്നസാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മൊഴി. DGPയുടെ സംഘം അടുത്ത ആഴ്ച MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് വീണ്ടും പാകിസ്ഥാൻ. 8 സെക്ടറുകളിൽ വെടിയുതിർത്തു. ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ. ബൈസരൻ വാലിയിൽ പുതുതായി കട തുടങ്ങിയ ആളെ NIA ചോദ്യം ചെയ്യുന്നു. കട തുടങ്ങിയത് ആക്രമണത്തിന് 15 ദിവസം മുമ്പ്. കൊല്ലത്ത് പേവിഷബാധയേറ്റ 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരം. പെൺകുട്ടി തിരുവനന്തപുരം SIT ആശുപത്രിയിൽ. ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായി ആശുപത്രി അധികൃതർ. പത്തനംതിട്ടയിൽ പേവിഷബാധയേറ്റ് മരിച്ച 13കാരിയുടെ രക്ഷിതാക്കൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ അന്വേഷണം തുടരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. IPL-ൽ ബാംഗ്ലൂരിന് ആവേശ ജയം. അവസാന പന്ത് വരെ നീണ്ട മത്സരത്തിൽ 2 റൺസിന് ചെന്നൈയെ തോൽപ്പിച്ചു. ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത രാജസ്ഥാനെയും പഞ്ചാബ് ലക്നൌവിനെയും നേരിടും. വിശദമായി നോക്കാം. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ സാന്ദ്ര തോമസ്. മലയാള സിനിമ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാരന്റെ ഗൂഢനീക്കത്തിന് ലിസ്റ്റിൻ സ്റ്റീഫൻ കൂട്ടുനിൽക്കരുതെന്നാണ് സാന്ദ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കഴിഞ്ഞ ദിവസം സിനിമാ പ്രൊമോഷനിടെ ലിസ്റ്റിൻ നടത്തിയ ഭീഷണി പ്രസംഗത്തെയും ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നതും ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സാന്ദ്ര ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നു. അജയ് സുധാ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അജയ്, കഴിഞ്ഞ ദിവസം തന്നെ ലിസ്റ്റിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്ന ആളാണ് സാന്ദ്ര. സാന്ദ്ര മാത്രമാണ് സിനിമാ മേഖലയിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ച ഒരാൾ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഔദ്യോഗികമായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് പരാതിയും നൽകിയിരുന്നു. വീണ്ടും വിമർശനം കൂടുതൽ കടുപ്പിച്ച് സാന്ദ്ര രംഗത്തേക്ക് എത്തുകയാണ്. ഈ FB പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്? ആര്യ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ഇട്ട വിമർശന പോസ്റ്റിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ലിസ്റ്റിൻ സ്റ്റീഫനെതിരെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് തന്നെ സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമെന്ന് പറയുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാള സിനിമയുടെ ഒറ്റുകാരനായി മാറുന്നു എന്നതാണ്. ഇതിലൊരു ഒറ്റുകാരൻ്റെ കൊതിയും കിതപ്പും നമുക്ക് നേരിട്ട് കാണാൻ കഴിയുമെന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഇതിൽ എടുത്തു പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ടർ
ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററാണ്, അതുപോലെ ഫിലിം ചേംബറിൻ്റെ ഭാരവാഹിയാകാനുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ ശ്രമങ്ങളെല്ലാം നല്ലത് തന്നെ. പക്ഷേ അദ്ദേഹം മലയാള സിനിമയെ ഒറ്റുകൊടുത്തുകൊണ്ട് തമിഴ്നാട്ടിലെ വട്ടിപ്പലിശക്കാർക്കായി പ്രവർത്തിക്കുന്നു എന്നാണ് അവരിപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും ഗുരുതരമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ആരോപണം. ഇതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സുരേഷ് കുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലയാള സിനിമയിലെ നഷ്ടക്കണക്കുകൾ പുറത്തുവിട്ട് തുടങ്ങിയതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മാർച്ച് മാസത്തെ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് അവർ പറഞ്ഞിരുന്നത് ഇതിൽ എമ്പുരാൻ മാത്രമാണ് വിജയമായി മാറിയത്, മറ്റ് സിനിമകളെല്ലാം പരാജയപ്പെട്ടു, മലയാള സിനിമ ഇത്തരത്തിൽ വലിയൊരു നഷ്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ സാന്ദ്ര തോമസ് ഉന്നയിക്കുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ, തിയേറ്റർ കണക്ക് മാത്രം പറഞ്ഞുകൊണ്ട് മലയാള സിനിമ നഷ്ടത്തിലാണെന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഈ നീക്കം ഇതും തമിഴ്നാട്ടിലുള്ള ഒരു ലോബിയെ, തമിഴ്നാട്ടിലുള്ള വട്ടിപ്പലിശക്കാരുടെ സംഘത്തിനെ സഹായിക്കാനാണ് എന്നാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് ആരോപണമായി ഉന്നയിക്കുന്നത്. ലിസ്റ്റിൻ സ്റ്റീഫൻ അവരുടെ പണം വാങ്ങി അവരുടെ ഏജന്റായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിനൊരു തെളിവായിട്ട് അവർ പറയുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ, ലിസ്റ്റിൻ സ്റ്റീഫൻ നിലവിൽ പല മലയാള സിനിമകൾക്കും പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. നിലവിൽ തിയേറ്ററിൽ വിജയകരമായി പ്രദർശനം തുടരുന്ന ഒരു ചിത്രത്തിനും ലിസ്റ്റിൻ സ്റ്റീഫൻ പണം മുടക്കിയിട്ടുണ്ട് എന്നവർ പറയുന്നു. എന്നാൽ ഈ ചിത്രം ഏതാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ മലയാളത്തിലെ പല സ്ക്രീനുകളും, കേരളത്തിലുള്ള പല തിയേറ്റർ സ്ക്രീനുകളും അത് ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെയും അതേപോലെ തന്നെ മാജിക് ഫ്രെയിംസിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിനിമയ്ക്ക് പണം കൊടുത്തുകൊണ്ടും സ്ക്രീനുകളെ നിയന്ത്രണത്തിലാക്കിക്കൊണ്ടും മലയാള സിനിമയുടെ ഒരു പിടി അത് ലിസ്റ്റിൻ സ്റ്റീഫൻ ഉൾപ്പെടുന്ന തമിഴ്നാട്ടിലുള്ള പലിശക്കാരുടെ സംഘത്തിലേക്ക് നൽകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ഇവർ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിലവിൽ അവരുടെ പണം വാങ്ങിച്ചുകൊണ്ട് നടത്തുന്ന പ്രവൃത്തികൾ നാളെ ലിസ്റ്റിൻ സ്റ്റീഫന് തന്നെ ഒരു കെണിയായി മാറിയേക്കാം എന്നവർ പറയുന്നുണ്ട്. നാളെ ഇവർ നിങ്ങളെയും വിഴുങ്ങും എന്നൊരു മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. അതുപോലെ തന്നെ ഇന്ന് മലയാള സിനിമയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രൊഡ്യൂസർമാർക്ക് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഇത്തരം പ്രവൃത്തികൾ കാരണം. അവർ ഇവിടെ നിന്ന് വംശനാശം സംഭവിച്ചു പോകുന്നു എന്ന് പറയുന്നു. അതുപോലെ ആ ഒരു സംഭവത്തിന് ഒരു ഉദാഹരണമായിട്ട് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്, ഇപ്പോൾ നിലവിൽ മലയാള സിനിമയ്ക്ക് ഒരു സാറ്റലൈറ്റ് അവകാശവുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിനെ ഒരു സാധാരണ നിർമ്മാതാവ് നേരിട്ട് സമീപിച്ചാൽ അത് ലഭിക്കാത്ത അവസ്ഥയാണ്. ഇതും തമിഴ്നാട്ടിലുള്ള വട്ടിപ്പലിശക്കാരുടെ ഗൂഢനീക്കത്തിന്റെ ഫലമാണ്, ഈ ലോബിയുടെ. തുടരുക. ഇപ്പോൾ സംവിധായകൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വിനയൻ, വളരെ ഗുരുതരമായ ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സാന്ദ്ര തോമസ് തന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ഇന്നലെ അത് ലിസ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണെങ്കിൽ ഇന്ന് അതിനപ്പുറം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉത്തരം പറയേണ്ട നിരവധി ചോദ്യങ്ങൾ നിരത്തുന്ന ഒരു പോസ്റ്റായി കൂടി മാറുകയാണ്. ഈ സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ അടക്കം പുറത്തുവിടുന്നത് ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നു. ഒരു വട്ടിപ്പലിശക്കാരന്റെ, തമിഴ്നാട് കേന്ദ്രീകരിച്ച ഒരു വട്ടിപ്പലിശക്കാരന്റെ ഗൂഢതന്ത്രത്തിന് ഇരയാവുകയാണ് മലയാള സിനിമയിലെ ലിസ്റ്റിനടക്കമുള്ള പ്രൊഡ്യൂസർമാർ എന്ന തരത്തിലൊക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു സാന്ദ്രയുടെ ഈ നീക്കത്തെ? സാന്ദ്ര ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എനിക്കും അയച്ചു തന്നിരുന്നു. ഞാനത് വായിച്ചു. വളരെ സീരിയസ് ആയ ഒരു വിഷയം പറഞ്ഞിരിക്കുന്നു. സാന്ദ്ര പറഞ്ഞത്, ഞാനിങ്ങനെ ഫൈനാൻസ് മേടിച്ച് സിനിമ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ അങ്ങനെ ഉള്ള നിർമ്മാതാക്കളും അല്ല ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. അത് സിനിമാ സംഘടനകൾ ചർച്ച ചെയ്യണം എന്ന് മാത്രമല്ല, എനിക്കതിനകത്ത് എൻ്റെ ഒരു മനസ്സിൽ പലപ്പോഴും തോന്നിയിരിക്കുന്ന ചില കാര്യങ്ങൾ കൂടി സാന്ദ്ര അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രതിമാസ കളക്ഷൻ വെളിപ്പെടുത്തൽ എന്നും പറഞ്ഞൊരു സംഭവം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയത് ഈ താരങ്ങളുടെ കാശ് കുറയ്ക്കാൻ വേണ്ടി എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അതായത് താരങ്ങളുടെ പല പടങ്ങളും നഷ്ടമാണ്, അത് ജനങ്ങളുടെ എത്തുന്നു, അതനുസരിച്ച് അപ്പൊ താരങ്ങൾ കാശ് കുറയ്ക്കുമെന്നാണ് എന്റെ നേതാക്കൾ പറഞ്ഞത്. പക്ഷെ ഒരു താരവും റേറ്റ് കുറച്ചില്ലെന്ന് മാത്രമല്ല, അവര് ആ റേറ്റൊക്കെ പൂർവാധികം ഭംഗിയായിട്ട് എടുക്കുന്നു. അവരും നമ്മുടെ ഈ സംഘടനാ നേതാക്കളുമായിട്ടുള്ള ബന്ധമൊക്കെ പഴയതിലും ഭംഗിയായിട്ട് പോകുന്നു. സംഭവിച്ച നഷ്ടം മലയാള സിനിമയ്ക്കാണ്. ചെറിയ പടങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചില വിദേശ മലയാളികളൊക്കെ വരുന്നവര് അവരിട്ടിട്ട് ഓടി. കാരണം മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കുഴപ്പമാണ് എന്ന് നേതാക്കൾ തന്നെ പറയുകയാണല്ലോ. അപ്പൊ ഈ അസോസിയേഷൻ എന്നൊക്കെ പറയുന്ന മലയാള സിനിമയെ നശിപ്പിക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്, അല്ലാതെ ഇതിനെ രക്ഷപ്പെടുത്താനല്ല. അവര് ഇപ്പൊ താരങ്ങൾ ഭയങ്കര കാശ് മേടിക്കുന്നു, സിനിമ നഷ്ടമാണ്, ഞങ്ങൾ ഇപ്പൊ ശരിയാക്കുമെന്നും പറഞ്ഞാണല്ലോ ഈ കളക്ഷൻ വെളിപ്പെടുത്തലുമായിട്ട് വന്നത്. അത് മലയാള സിനിമയ്ക്ക് ഭയങ്കര അപകടവും, സിനിമ മേഖല എന്ന് പറയുന്നത് ഒരു വലിയ
എന്താ പറയാ, വഞ്ചനയുടെയും ചതിയുടെയും ഒരു കുഴിയാണെന്നും ബോധ്യപ്പെടുത്തി ഇതിനകത്ത് ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ കൂടി ഇല്ലാതാക്കി എന്നുള്ള ഒരവസ്ഥ, അത് ചില ലോബികളുടെ കയ്യിലോട്ട് സിനിമ കൊണ്ടുചെല്ലാനാണോ എന്നാണ് സാന്ദ്ര ചോദിച്ചിരിക്കുന്നത്. അത് ചർച്ച ചെയ്യപ്പെടണം. അതെ ശ്രീ വിനയൻ, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സ്വന്തം പ്രവർത്തന മണ്ഡലത്തെ പോലും കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ലോബിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിൽ ഈ പോസ്റ്റില് സാന്ദ്ര പറയുന്നത് ഒരു വട്ടിപ്പലിശക്കാരനെ കുറിച്ചാണ്. സാധാരണ പ്രേക്ഷകർക്കൊക്കെ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ ഈ വിഷയത്തിൽ അത്രത്തോളം വ്യക്തത വരുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. താങ്കൾക്ക് ഈ വട്ടിപ്പലിശക്കാരൻ ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള ധാരണയുണ്ടോ? താങ്കൾ ഉദ്ദേശിച്ച ഈ ലോബി ആരാണ്? അതിന്റെ മേധാവി ആരാണ്? ഇപ്പോൾ പലവിധ ചർച്ചകൾ വരുന്നുണ്ട്. ഗോകുലം ഗോപാലന്റെ അടക്കം പേരുകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനോട്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഫൈനാൻസ് എടുത്ത സിനിമ ചെയ്തിട്ടില്ല. പക്ഷേ മലയാള സിനിമ മൊത്തം ഫൈനാൻസിന്റെ മേഖലയിലും ആ ഫൈനാൻസ് നിയന്ത്രിക്കുന്ന ചിലരുവാന്നൊക്കെ പറയുന്നു. അത് സംഘടനാ നേതാക്കൾക്കറിയാമല്ലോ. അവർ ചെയ്യുന്ന പല സിനിമകളും അങ്ങനെ ഫൈനാൻസിലാണല്ലോ. അപ്പൊ അവർ ചർച്ച ചെയ്യപ്പെടട്ടെ. വളരെ സത്യസന്ധമായ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. അതിനെ തെറ്റോ ശരിയിലോട്ടോ ഞാനിപ്പോ കിടക്കുന്നില്ല. പക്ഷെ അത് സംഘടനാ നേതാക്കൾ ഇങ്ങനെ വല്ലതും ഉണ്ടോ, ചർച്ച ചെയ്യപ്പെടേണ്ടതാണോ, അവർ ചർച്ച ചെയ്യണം. ഏതായാലും മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഉള്ള ഇവരുടെ ഈ പോക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല. സിനിമ താഴോട്ട് പോവുകയാണ്. അതിന് ഉത്തരവാദികൾ ഈ സംഘടനകളാണെന്നൊരു പേരുദൂഷ്യം അവർക്ക് ചാർത്തപ്പെടും ചരിത്രത്തിൽ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ശ്രീ വിനയൻ, ഒരു കാര്യം കൂടി, ഈ ലിസ്റ്റിനും നിവിനുമായി ബന്ധപ്പെട്ട ഈ അതൊന്നും എനിക്ക് അറിയില്ല. ഞാനില്ല, അതൊന്നും എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. അതൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ സിനിമയിൽ പലയിടത്തും പലരുമായിട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അതൊന്നും ഇത്രയും വലിയൊരു സ്റ്റേജിൽ പറഞ്ഞ ഒരു പ്രശ്നമാക്കണമെന്നുള്ളതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇതിലും വലിയ വിഷയങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാറുണ്ടല്ലോ ഇവർ. അപ്പൊ ഇവർക്കൊരു പ്രശ്നം വരുമ്പോൾ അത് വലിയ പ്രൊജക്ട് ചെയ്തൊരു സംഭവമായിട്ട് മാറ്റുക. അതിലും വലിയ പ്രശ്നങ്ങൾ ഇവിടെ സാധാരണ നിർമ്മാതാക്കൾ കൊണ്ടുചെന്നാൽ അവർ നിസ്സാരമായിട്ട് കാണുക. അതൊക്കെ ആ സംഘടനയിൽ നടക്കുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഇപ്പൊ കൂടുതൽ ഞാൻ പറയുന്നില്ല. എനിവേ, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് പറയാം. ഒരു കാര്യം കൂടി, സാന്ദ്ര മുന്നോട്ട് വെച്ച ഈ വിമർശനം വേണ്ട വിധത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും മറ്റ് സിനിമാ സംഘടനകളും ചർച്ച ചെയ്യുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. അവർക്കൊക്കെ അവരുടേതായ ഒരു ചെറിയ കൂട്ടത്തിന്റെ കയ്യിലാണല്ലോ മലയാള സിനിമ ഇപ്പൊ. ഞാൻ എന്റെ ഭാഷ പറഞ്ഞ പരസ്പരം പുറംചൊറിയുന്ന ഒരു ചെറിയ കൂട്ടത്തിന്റെ കയ്യിലാണ് മലയാള സിനിമ. അവിടെ ഒരു നിഷ്പക്ഷമായ ഒരു ചർച്ചയും നടക്കുന്ന എനിക്ക് ഒരു വിശ്വാസവും ഇല്ല കേട്ടോ. ഓക്കെ, വളരെ നന്ദി ശ്രീ വിനയൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു നമുക്കൊപ്പം തുടരുന്നുണ്ട്. അജയ്, നമ്മളിപ്പോൾ സൂചിപ്പിച്ച കാര്യം, അതായത് ഈ സാന്ദ്രയുടെ പോസ്റ്റിൽ വളരെ വലിയൊരു വ്യക്തതയൊന്നുമില്ല. പല കാര്യങ്ങളിലും ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ച് ആരാണ് ഈ വട്ടിപ്പലിശക്കാരൻ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ആരെയാണ് സാന്ദ്ര ലക്ഷ്യം വെച്ചത്, ഉന്നം വെച്ചത് എന്നുള്ള ചോദ്യം. അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഈ ഗോകുലം ഗോപാലന്റെ അടക്കം പേരുകളൊക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് സോഷ്യൽ മീഡിയ ഇടത്തിൽ. എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ആര്യ, നിലവിൽ അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. പലപ്പോഴും മലയാള സിനിമയുടെ ഒരു രക്ഷകൻ എന്നുള്ള രീതിയിലെല്ലാം ഗോകുലം ഗോപാലിനെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ എമ്പുരാൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുന്ന ഒരു ഘട്ടമുണ്ടായപ്പോൾ അതിനുവേണ്ടി പണം മുടക്കിക്കൊണ്ട് ഗോകുലം ഗോപാലൻ രംഗത്തെത്തിയ ഒരു സംഭവം. അതുപോലെ തന്നെ പല ബിഗ് ബജറ്റ് സിനിമകൾക്ക് തിയേറ്ററുകളിൽ വൻ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗോകുലം ഗോപാലൻ പണം മുടക്കിയിരുന്നു. മറ്റൊരു ഉദാഹരണമാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ കാര്യം. ഇതും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും ഗോകുലം ഗോപാലൻ പണം മുടക്കിയിരുന്നു. ഇതിൽ സാന്ദ്ര തോമസിന്റെ പോസ്റ്റുമായി ചേർത്ത് വെക്കുമ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള വട്ടിപ്പലിശക്കാരൻ്റെ ഒരു നേതൃത്വത്തിലേക്ക്, അതിൻ്റെ ഒരു കൈപ്പിടിയിലേക്ക് മലയാള സിനിമ പോവുകയാണ്. ലിസ്റ്റിനും ഇതിന് നേതൃത്വം നൽകുകയാണ്. ലിസ്റ്റിന് ഇതിന് പണം വാങ്ങി പ്രവർത്തിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗോകുലം ഗോപാലൻ ഫൈനാൻസ് മേഖലയിൽ നിന്നാണ് സിനിമ ഒരു പ്രൊഡ്യൂസറായിട്ട് മാറിയതും സിനിമ നിർമ്മാതാവായി ആ നിലയിൽ പണം മുടക്കി തുടങ്ങിയതും. അപ്പോൾ അദ്ദേഹത്തിലേക്ക് പല ചർച്ചകളും വിരൽ ചൂണ്ടുന്നത്, പല അഭ്യൂഹങ്ങളും അദ്ദേഹത്തിന് നേരെ വരുന്നത് തീർച്ചയായിട്ടും ഈ ഫൈനാൻസ് മേഖല തമിഴ്നാടുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ബേസ്, അത് അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ പല സിനിമകളും ഇപ്പോൾ ഇനി പ്രദർശനത്തിനെത്താൻ പോകുന്ന ജയസൂര്യ ചിത്രം കത്തനാർ എന്ന് പറയുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിന് വേണ്ടിയിട്ടും ഇപ്പോൾ ഗോകുലം ഗോപാലൻ പണം മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അജിത്തിൻ്റെ റീസെൻ്റ്ലി ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എല്ലാ
ഈ കേരളത്തിൽ ഉൾപ്പെടെ റിലീസ് ചെയ്ത ഇപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന ചിത്രം, അത് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത് ഗോകുലം ഗോപാലനാണ്. അതുപോലെ തന്നെ സൂര്യയുടെ പരാജയ ചിത്രമായിരുന്നിട്ട് പോലും ഒരു സൂര്യയുടെ കഴിഞ്ഞ ചിത്രം അത് ഉൾപ്പെടെ തിയേറ്ററുകളിൽ എത്തിച്ചത് ഇപ്പോൾ ഗോകുലം ഗോപാലൻ ആണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ പല സിനിമകളും കേരളത്തിൽ ഇപ്പോൾ വിതരണത്തിന് എത്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ കഴിയാത്ത സിനിമകൾക്ക് വേണ്ടി പണം മുടക്കിക്കൊണ്ട് എല്ലാം ഒരു രക്ഷകനെ പോലെ എത്തിയിരുന്ന ആളാണ് ഗോകുലം ഗോപാലൻ. ഇപ്പോൾ ഈ എമ്പുരാൻ്റെ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ ഈ നിരവധി ഫാൻസും അദ്ദേഹത്തിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. എമ്പുരാൻ്റെ ആദ്യ പ്രദർശന സമയത്ത് ഗോകുലം ഗോപാലൻ്റെ ലോഗോ പ്രദർശിപ്പിക്കുന്ന സമയത്ത് തന്നെ തിയേറ്ററിൽ ഉയർന്ന കയ്യടിയും അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പോപ്പുലറായി നിൽക്കുന്ന ഫിഗർ എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും ചർച്ചകൾ അങ്ങോട്ട് പോകുന്നത്. എന്നാലും സാന്ദ്ര തോമസ് ഈ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധേയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ചോദിക്കാൻ വന്നത്, അതായത് ഇന്നലെ ഈ പരാതി നൽകുന്ന സമയത്തും സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന സമയത്തും സാന്ദ്ര പറഞ്ഞൊരു കാര്യം, ഈ പേരില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയായ കാര്യമല്ല, എല്ലാവരെയും ഒരേപോലെ സംശയ നിഴലിൽ നിർത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രമുഖ നടൻ, സംവിധായകൻ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൃത്യമായ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിക്കണം എന്നുള്ളത്. പക്ഷേ ഈ സാന്ദ്ര ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ പോസ്റ്റ് പരിശോധിച്ചാൽ അതിൽ കൃത്യമായ ഒരു പേരില്ല. ഈ വട്ടിപ്പലിശക്കാരൻ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ആരെയാണെന്നുള്ളത് ഇപ്പോൾ വായിച്ച എല്ലാ പ്രേക്ഷകർക്കും സംശയമുള്ള കാര്യമാണ്. അപ്പോൾ സാന്ദ്ര പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിച്ചു എന്നതുകൂടി ഇവിടെ ശ്രദ്ധേയമാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതൊരു വിരോധാഭാസം തന്നെയാണ്. ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫനെ പുറത്താക്കണമെന്ന് ശക്തമായ ഭാഷയിൽ സാന്ദ്ര തോമസ് വാദിച്ചുകൊണ്ട് ഇട്ടിരുന്ന പോസ്റ്റിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത്, മലയാള സിനിമയിലെ എല്ലാ നടന്മാരെയും സംശയത്തിൻ്റെ നിഴലിലാക്കിക്കൊണ്ടാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. പേര് ഏത് നടനാണെന്ന് പേര് പറയണം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ സാന്ദ്ര തോമസ് പറഞ്ഞിരുന്നു. ഇന്നലെ നിവിൻ പോളിയാണ് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ ഉദ്ദേശിച്ച നടൻ എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം. അത് നിവിൻ പോളിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ആരും ഇതുവരെ ലിസ്റ്റിനോ അല്ലെങ്കിൽ മറ്റാരും തന്നെ നിവിൻ പോളിയുടെ പേര് പറഞ്ഞിട്ടില്ല. എന്നാലും അത്തരം ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇത്തരത്തിൽ പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് നിവിൻ പോളിയാണ് എന്നുള്ളത് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇന്നലെ ഇട്ടപ്പോൾ ഇത് ലിസ്റ്റിൻ്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ സാന്ദ്ര തോമസിൻ്റെ ഈ പോസ്റ്റിൽ പേര് വെളിപ്പെടുത്താത്തത് കാരണമാണ് തീർച്ചയായിട്ടും ഗോകുലം ഗോപാലനാണോ എന്നുള്ളതടക്കമുള്ള ചർച്ചകളും ഉയർന്നു വരുന്നത്. അതായത് സാന്ദ്ര ഉന്നയിച്ചിട്ടുള്ള ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കണം, ലിസ്റ്റിൻ സ്റ്റീഫൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ട്രഷററായി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ കാണിച്ചിട്ടുള്ള ആർജവം അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ മറ്റംഗങ്ങൾക്ക് ഇല്ലാതെ പോയി. അത് ലിസ്റ്റിൻ്റെ കാര്യത്തിലും കടുത്ത നിലപാട് സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സാന്ദ്ര ഇന്നലെ രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് വട്ടിപ്പലിശക്കാർ എന്ന് സാന്ദ്ര പറഞ്ഞിരുന്നു. കടുത്ത ഭാഷയിൽ തന്നെ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ലിസ്റ്റിനെയും ചേർത്ത് വെച്ച് ഒരു ഒറ്റുകാരൻ്റെ ഒരു കൊതിയും നുരയും അദ്ദേഹത്തിൻ്റെ ഒരു ദൃഷ്ടിയിലുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ കടുത്ത ഭാഷയിൽ തന്നെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മലയാള സിനിമയെ ഒറ്റിക്കൊടുക്കുന്നു എന്നതടക്കം പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും ഇത് ഏത് വട്ടിപ്പലിശക്കാരനാണ്, ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ ലോബി ആരാണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴെല്ലാം ഉൾപ്പെടെ ഈ ലോബി എന്ന് പറയുന്ന വാക്ക് വളരെയധികം ചർച്ചയായിരുന്നു. തമിഴ്നാടുമായി ബന്ധപ്പെട്ട് ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്നാണ് സാന്ദ്ര തോമസ് ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ലോബി ആരാണെന്നോ വട്ടിപ്പലിശക്കാരൻ ആരാണെന്നോ ലിസ്റ്റിൻ സ്റ്റീഫന് പണം കൊടുത്ത് സഹായിക്കുന്ന ഈ സംഘത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നോ, അതുപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർക്ക്, മലയാള സിനിമയിൽ നിലവിലുള്ള പ്രൊഡ്യൂസർമാർക്ക് ഒരു സാറ്റലൈറ്റ് അവകാശത്തിന് വേണ്ടി ഒരു ചാനലിനെ സമീപിക്കാൻ പോലും ആകുന്നില്ല. അതിന് ഉൾപ്പെടെ ഇവരുടെ സഹായം വേണമെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത്ര ശക്തരായിട്ടുള്ള ഒരു ഗ്യാങ്ങിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു കാര്യം അത് മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ആര്യ, തീർച്ചയായും അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ലിസ്റ്റിൻ തൊടുത്തുവിട്ട ഒരു വിവാദമാണ് അത്. സാന്ദ്ര തോമസ് അതിന് ഔദ്യോഗികമായ പരാതി നൽകി, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തി. അതിനപ്പുറം ഈ വിവാദം പുതിയൊരു തലത്തിലേക്ക് സാന്ദ്ര തോമസ് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതിൽ വളരെ വിമർശനാത്മകമായ പല കാര്യങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ലിസ്റ്റിനും നിവിൻ പോളിയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രസക്തം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടുത്ത കാലത്ത് സിനിമയുടെ ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടുന്നത് ഇത്തരമൊരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ്. ഒരു വട്ടിപ്പലിശക്കാരൻ അടങ്ങുന്ന ഒരു ലോബിയുടെ ഗൂഢതന്ത്രത്തിന്റെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ സംവിധായകരും പ്രത്യേകിച്ച് പ്രൊഡ്യൂസേഴ്സ് ആളുകളും എന്നൊക്കെയാണ് സാന്ദ്ര പറയുന്നത്. അപ്പോൾ ഇത്രയും ദിവസം
ഇത്രയും ദിവസം എന്ന് പറയുമ്പോൾ ഈ ഒരു വിവാദം തുടങ്ങി ഇന്നലെ മുതൽ ഈ ഒരു വിഷയത്തിൽ മൗനം പാലിക്കുന്ന സംഘടനകളൊക്കെ ഇനിയെങ്കിലും ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ്. സാന്ദ്രയെ ന്യൂസ് 18 കേരളം ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം ചോദിച്ചിരുന്നു. ഈ വട്ടിപ്പലിശക്കാരൻ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഉത്തരം വേണമല്ലോ. പക്ഷേ സാന്ദ്ര പറയുന്നത് ഈ ഘട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല. പറയാനുള്ളതെല്ലാം ഫേസ്ബുക്കിൽ കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റുള്ളവർ പ്രതികരിക്കട്ടെ, ഈ വിഷയം ചർച്ചയാക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നടക്കം കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക് കടക്കുകയാണ്. പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടിയുമായി ഇന്ത്യ. ചെനാബ് നദിക്ക് കുറുകെയുള്ള ബാഗ്ലിഹാർ ഡാമിന്റെ സ്പിൽവേ താഴ്ത്തി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കുറച്ചു. ഇന്ത്യ തിരിച്ചടിക്ക് ഒരുങ്ങവേ ആയുധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുടെ ദീർഘകാല അവധി വെട്ടിച്ചുരുക്കി. അതേസമയം അതിർത്തിയിൽ 8 ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തു. കേസിൽ അന്വേഷണം തുടരുന്ന NIA പഹൽഗാമിലെ കച്ചവടക്കാരനെ ചോദ്യം ചെയ്യുകയാണ്. ആക്രമണത്തിന് 15 ദിവസം മുൻപ് കട തുടങ്ങിയ അയാൾ ആക്രമണ ദിവസം ഈ കട തുറന്നിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. ഏപ്രിൽ 19 ശ്രീനഗറിൽ സഞ്ചാരികൾക്ക് നേരെ ആക്രമണ സാധ്യത ഉണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നെന്ന വിവരവും ഇതിനിടയിൽ പുറത്തുവന്നു. നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, നിരവധി കാര്യങ്ങൾ, പുതിയ അപ്ഡേറ്റ്സ് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് NIAയുടെ അന്വേഷണം പുരോഗമിക്കുന്നു, മറുവശത്ത് പാക് അതിർത്തിയിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുന്നു. ഇനിയും ഇതിലും മൂർച്ചയുള്ള തിരിച്ചടികൾക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യ എന്നുള്ളത് നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതിൽ ഈ ആയുധ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരുടെ ദീർഘകാല അവധി വെട്ടിച്ചുരുക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന് ആക്കം കൂട്ടുന്നതാണ്, ശരിവെക്കുന്നതാണല്ലേ? ആര്യ, പലതരത്തിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ ഇതിനോടകം തന്നെ പല നടപടികളും പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടിരിക്കുന്നു. കാരണം സിന്ധു നദി കരാർ സസ്പെൻഡ് ചെയ്തു. ഒപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യയിൽ കഴിയുന്ന പാകിസ്ഥാൻകാരെ മടക്കി അയച്ചു, വിസ റദ്ദാക്കി. അത്തരത്തിൽ പല നടപടികളും ഇന്ത്യ ഇതിനോടകം തന്നെ കൈക്കൊണ്ടിരുന്നു. ഇപ്പോൾ സിന്ധു നദീജല കരാർ അത് എങ്ങനെ നടപ്പാക്കുമെന്ന ചർച്ചകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. പ്രത്യേകിച്ച് ജലശക്തി മന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇന്ത്യ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിൻ്റെ സ്പിൽവേ അത് താഴ്ത്തിക്കൊണ്ടാണ് ഈ ഒഴുക്ക് കുറച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. കാരണം സിന്ധു നദീജല കരാർ പ്രകാരം 3 നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ചെനാബും സിന്ധുവും ഒപ്പം തന്നെ ജലം നദിയും. ഈ 3 നദിയിലെ ഏതാണ്ട് 70% വെള്ളവും ലഭിക്കുന്നത് പാകിസ്ഥാനിലാണ്. പ്രത്യേകിച്ച് അവിടെ കാർഷിക ആവശ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും മറ്റുമൊക്കെ ഒഴുകുന്നത് ഈ സിന്ധു നദീജലമാണ്. അപ്പോൾ അവിടേക്കുള്ള ഒഴുക്ക് കുറച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. അങ്ങനെയാണിപ്പോൾ ബഗ്ലിഹാർ ഡാമിൻ്റെ ഒഴുക്ക് കുറയ്ക്കുന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റ് തരത്തിലുള്ള നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതായത് മറ്റൊരു ഡാമിൻ്റെ നിന്നുള്ള ഒഴുക്ക് കൂടി കുറച്ചുകൊണ്ട് കൂടുതൽ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കുന്നത് തടയാനുള്ള നടപടികൾ കൂടി കൈക്കൊണ്ടുവരികയാണ്. അങ്ങനെ പലതരത്തിലുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു വരുന്നു. പാകിസ്ഥാൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞതാണ്. കാരണം സിന്ധു നദീജലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യുദ്ധമായി കണക്കാക്കും എന്നാണ് പാകിസ്ഥാൻ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് പോലും പ്രതികരണമുണ്ടായത്. ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസവും ഇതിന് സമാനമായ നടപടി ആവർത്തിച്ചിരുന്നു. ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈനിക നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പാകിസ്ഥാൻ ആക്രമിച്ചു കളയും എന്ന പ്രതികരണം പോലും, പ്രകോപനമായ പ്രസ്താവന പോലും ഭാഗത്തുണ്ടായി. പക്ഷേ അതിനൊന്നും ഇന്ത്യ വഴങ്ങുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും തുടർച്ചയായാണ് ഇപ്പോൾ ചെനാബ് നദിക്ക് കുറുകെയുള്ള അണക്കെട്ടിൽ നിന്നുള്ള നീരൊഴുക്ക് കുറച്ചുകൊണ്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നത്. ഏതായാലും ഇന്നും പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ പ്രകോപനം തുടരുന്നുണ്ട്. 10ാം ദിവസവും അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ 1-2 സെക്ടറുകളിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഏതാണ്ട് 8 സെക്ടറുകളിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. സുന്ദർബനിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബാരാമുള്ളയോട് ചേർന്നുള്ള സെക്ടറിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അക്നൂർ സെക്ടറിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ 8 പോസ്റ്റുകൾക്ക് നേരെ, ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഇതിനോടൊപ്പം ചേർക്കാവുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ അതിർത്തി മറികടന്ന പാക് സൈനികൻ, പാക് റേഞ്ചർ ഇപ്പോൾ BSFന്റെ കസ്റ്റഡിയിലുണ്ട്. പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് രാജസ്ഥാൻ അതിർത്തിയിലെ ഗംഗാനഗറിലാണ് ഇയാൾ അതിർത്തി കടന്നിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് BSF ജവാൻ അബദ്ധത്തിൽ കർഷകരെ സഹായിക്കാൻ പോയ BSF ജവാൻ ഇത്തരത്തിൽ അതിർത്തി അബദ്ധത്തിൽ മറികടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ വിട്ടു നൽകാൻ പാക് റേഞ്ചേഴ്സ് ഇതുവരെ തയ്യാറായിട്ടില്ല. പല ഫ്ലാഗ് മീറ്റുകൾ നടത്തി, പക്ഷേ ഒരു അറിയിപ്പും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിൽ ഗംഗാനഗറിൽ പാക് റേഞ്ചർ BSFന്റെ കസ്റ്റഡിയിൽ ആയിട്ടുള്ളത്. ഇക്കാര്യം BSF തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ആര്യ സൂചിപ്പിച്ച മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ NIA അന്വേഷണം പുരോഗമിക്കുക എന്നുള്ളതാണ്. കാരണം പലതരത്തിലുള്ള മൊഴിയെടുപ്പ് NIA ഇതിനോടകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഒപ്പം ഈ ആക്രമണത്തിന്റെ രംഗം അവർ ആവിഷ്കരിക്കുകയും ചെയ്തു. കാരണം ഈ വിഷയത്തിൽ നിരവധി സാക്ഷികളുണ്ട്. അവരെയൊക്കെ തന്നെ അവിടെ കൊണ്ടുവന്നാണ് ഇത്തരം നടപടികളിലേക്ക് NIA കടന്നത്. ഇങ്ങനെ പല ആളുകളെ ചോദ്യം ചെയ്തു. ഏതാണ്ട് 100-ലധികം ആളുകളുടെ മൊഴിയെടുത്തു. അവിടുത്തെ കച്ചവടക്കാർ, ഒപ്പം തന്നെ അവിടെ കുതിരവണ്ടി സവാരി നടത്തുന്നവർ, അങ്ങനെ പലരുടെയും മൊഴിയെടുത്തു. ഇതിനിടയിലാണ് അവിടെ ഒരു കട ആ ദിവസം തുറന്നിരുന്നില്ല എന്ന വിവരം NIAക്ക് ലഭിക്കുന്നത്. മാത്രവുമല്ല 15 ദിവസം മാത്രം മുമ്പ് ആരംഭിച്ച കടയാണത്. ആ ആക്രമണത്തിന്റെ ദിവസം പക്ഷേ കട തുറന്നിരുന്നില്ല. ഇയാളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ ഫോൺ കോളുകൾ, രേഖകളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നു എന്നാണ് NIA ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയായതാണ് ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ഈ ആക്രമണ സമയത്ത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ ഇത്തരത്തിൽ പറഞ്ഞ കാര്യമൊക്കെ തന്നെ വലിയ ചർച്ചയിലേക്ക് വന്നിരുന്നു. NIA ഇപ്പോൾ നൽകുന്ന വിവരം അനുസരിച്ച് ഇയാൾക്ക് ഇതുമായി യാതൊരു പങ്കുമില്ല എന്നാണ് NIA ഇപ്പോൾ വിശദീകരിക്കുന്നത്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. തൃശൂർ നിറഞ്ഞ് ആനയും ആളും മേളവും. വിളംബരത്തിൽ തുടങ്ങി മഠത്തിൽ വരവും ഇലഞ്ഞിത്തറ മേളം കൊട്ടിക്കയറുന്നതും കുടമാറ്റവും കണ്ട് വെടിക്കെട്ടും കൂടി പൂരം ഗംഭീരമാക്കാം. കൊട്ടിക്കയറും പൂരം കവറേജ് ന്യൂസ് 18-ൽ. പൂരം കാണാം. Powered by DMAC. തീയും പുകയൊന്നും പ്രശ്നമില്ല. അത് DMACന്റെ WPC ബോർഡാ. DMAC ഗുഡിനേക്കാൾ ഗുഡാണ്. In association with Pyramid Agro Multi-State Cooperative Society, UGS Group, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്. and Swarnamukhi Gold and Diamonds. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. വാർത്തകളിലേക്ക് കടക്കുമ്പോൾ തമിഴ്നാട്ടിലെ തിരുത്തുറൈപ്പൂണ്ടി വാവരൂരിൽ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. തിരുവനന്തപുരം സ്വദേശികളായ 4 പേരാണ് മരിച്ചത്. വാനും ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, പറയൂ വിശദാംശങ്ങൾ. അപകടമുണ്ടായത് തിരുപ്പുറൈത്തൂണ്ടി, തമിഴ്നാട്ടിലെ തിരുപ്പുറൈപ്പൂണ്ടിയിലെ പാണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇന്ന് രാവിലെ ഈക്കോ മിനി വാനും തമിഴ്നാട് ട്രാൻസ്പോർട്ടിന്റെ ബസ്സും കൂട്ടിയിടിച്ചത്. ഈ വേളാങ്കണ്ണിയിലേക്ക് പോയതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള സംഘം. 7 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. കാരണം ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുകൂടി പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു, പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇവരെല്ലാം 4 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. മറ്റു 3 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവരെ തിരുത്തുറൈപ്പൂണ്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. രാഗേഷ്, കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നതേ ഉള്ളൂ എന്നറിയാം. ഇവർ ഒരു കുടുംബത്തിലെ ആളുകളാണോ? ഇവരുടെ പേര് വിവരങ്ങളൊക്കെ വരുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകുന്നത്. തമിഴ്നാട്ടിലെ വാവൂരിലാണ് വാഹനാപകടം ഉണ്ടായത്. 4 മലയാളികൾ മരിച്ചു എന്ന അതിദാരുണമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അതിൽ 3 പേർക്ക് ഗുരുതരമായ പരുക്കുണ്ട്. തിരുവനന്തപുരം സ്വദേശികളാണ് ഈ മരിച്ച 4 പേർ എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. വാനും ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു അപകട വാർത്ത. തിരുവനന്തപുരം പട്ടത്ത് ഓട്ടോയും കാറും ബൈക്കും കൂട്ടിയിടിച്ച് തീ പിടിച്ച ഒരാൾ മരിച്ചു.
ഓട്ടോയിൽ ഉണ്ടായിരുന്നയാളാണ് വെന്ത് മരിച്ചത്. പുലർച്ചെ 3:30 പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമായിരുന്നു ഈ അപകടം. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പാറശാല അമ്പൂരി കാരിക്കുഴിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കുന്നത്തുമല സ്വദേശി മനോജാണ് കൊല്ലപ്പെട്ടത്. മനോജിന്റെ അച്ഛൻ വിജയൻ കീഴടങ്ങി. വസ്തുതർക്കത്തെ തുടർന്നുള്ള കുടുംബ വഴക്കാണ് കൊലപാതക കാരണം. മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പൂരം കലക്കലിൽ ADGP MR അജിത് കുമാറിനെ വെട്ടിലാക്കി മന്ത്രി K രാജന്റെ മൊഴി. പൂരം അലങ്കോലപ്പെട്ട സമയത്ത് ഫോൺ വിളിച്ചപ്പോൾ കിട്ടിയില്ല. പ്രശ്ന സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും മൊഴിയുണ്ട്. DGPയുടെ സംഘം അടുത്താഴ്ച MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കും. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വളരെ നിർണായകമായ മൊഴിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. മന്ത്രി തന്നെ ADGPക്ക് എതിരെ സംസാരിക്കുന്ന സാഹചര്യം, വിശദാംശങ്ങൾ. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർബെ സാഹിബിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് K രാജന്റെ, റവന്യൂ മന്ത്രി കൂടിയായ K രാജന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഈ മൊഴിയിലാണ് നേരത്തെ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിനെ ശരിവെക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അവിടെ എടുത്തു പറയുന്ന കാര്യം, അന്നേ ദിവസം റവന്യൂ മന്ത്രി കൂടിയായ താൻ ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് MR അജിത് കുമാറിനെ പലതവണ ഫോണിൽ വിളിച്ചിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഫോണിൽ സംസാരിക്കുകയും നേരിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഈ വലിയ തരത്തിലേക്ക് ഒരു ക്രമസമാധാന പ്രശ്നമായി ഈ പൂരം അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫോണിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. സ്വകാര്യ നമ്പറിൽ നിന്നും തൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്നുമൊക്കെ MR അജിത് കുമാറിനെ താൻ ഫോണിൽ വിളിച്ചു. പക്ഷേ അപ്പോഴൊന്നും അജിത് കുമാറിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഫോൺ എടുക്കുക പോലും ചെയ്തില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് MR അജിത് കുമാർ ഈ കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് താൻ തന്നെ പറഞ്ഞത് എന്നുകൂടി ഈ റവന്യൂ മന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. DGP ഷെയ്ഖ് ദർബെ സാഹിബ് ആദ്യം നൽകിയ റിപ്പോർട്ടും റവന്യൂ മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴിയും ഒരുപോലെ വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ MR അജിത് കുമാറിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറുക എന്നാണ് സൂചന. ആ റിപ്പോർട്ട് അടുത്തയാഴ്ച സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡാൻ, അതെ, നമുക്കറിയാം തുടക്കം മുതൽ തന്നെ പലവിധ വിവാദത്തിലും കേസുകളിലും ഒക്കെ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തലത്തിലുള്ള നടപടിയൊക്കെയും സർക്കാർ തലത്തിലുണ്ടായി. ഇപ്പോൾ മുന്നണിയിലുള്ള മന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇനി ഒരു സംരക്ഷണം ഒരുക്കുക അത് അസാധ്യമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും അവിടെ ഈ സംസ്ഥാന പോലീസ് മേധാവിമാരെ, അതായത് ഈ വരുന്ന 30-ാം തീയതി ഷെയ്ഖ് ദർബെ സാഹിബ് DGP സ്ഥാനം, സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ സ്ഥാനം ഒഴിയുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ DGP വരേണ്ടതുണ്ട്. അതിനുവേണ്ടി 6 പേരുടെ ലിസ്റ്റാണ് UPSC ബോർഡിന് അയച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 3 പേരുടെ ചുരുക്കപ്പട്ടിക UPSC തിരികെ അയക്കും. ആ ലിസ്റ്റിൽ MR അജിത് കുമാറിന്റെ പേരുണ്ടാകുമോ എന്ന ആകാംക്ഷ നിലനിൽക്കുന്നതിനിടയിലാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് MR അജിത് കുമാറിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു മൊഴി റവന്യൂ മന്ത്രി കൂടിയായ K രാജന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള തുടർ നീക്കങ്ങൾ എന്നാണ് അറിയാനുള്ളത്. ഇത് പരാമർശിച്ചുകൊണ്ട് MR അജിത് കുമാറിനെതിരെയാണ് ഈ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിലപാടായിരിക്കും ഈ വിഷയത്തിൽ ഇനി നിർണായകമായി മാറുക. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡാൻ, തുടരുക. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ കൂടി ഡാനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. ഡാൻ തന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. വടകരയിൽ സിറ്റിംഗ് MP ആയിരുന്ന K മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ KPCC അധ്യക്ഷന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി K ജയന്തിന് പങ്കുണ്ടെന്ന വിലയിരുത്തലിൽ ഹൈക്കമാൻഡ്. കണ്ണൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമാക്കി ജയന്ത് നടത്തിയ നീക്കമാണ് K മുരളീധരന് കെണിയായി മാറിയതെന്നാണ് നേതൃത്വത്തിന്റെ നിരീക്ഷണം. അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ നിയമന വിഷയത്തിൽ ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണെന്ന വിവരവുമുണ്ട്. ആദ്യം റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കാനില്ലെന്ന നിലപാടെടുത്തതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥിത്വത്തിനായി KPCC അധ്യക്ഷന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയും KPCC ജനറൽ സെക്രട്ടറിയുമായ K ജയന്ത് രഹസ്യ നീക്കം നടത്തിയത്.
വടകരയിൽ സിറ്റിംഗ് MP ആയിരുന്ന കെ മുരളീധരൻ വീണ്ടും മത്സരിച്ചാൽ സാമുദായിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി ഷാഫി പറമ്പിലിനെ വടകരയിൽ മത്സരിപ്പിക്കാൻ KPCC അധ്യക്ഷന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ച് കെ ജയന്ത് ഇടപെടൽ നടത്തിയതായാണ് ഹൈക്കമാൻഡ് വിലയിരുത്തൽ. കരുണാകരൻ കുടുംബത്തിന് നേരത്തെ തന്നെ പരാജയം രുചിച്ചിട്ടുള്ള തൃശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ പിഴവ് സംഭവിച്ചെന്നും ഇക്കാര്യത്തിൽ KPCC നേതൃത്വത്തിനും ജാഗ്രത കുറവുണ്ടായെന്നുമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിരീക്ഷണം. തൃശൂരിലെ പരാജയ കാരണം പഠിക്കാൻ കോൺഗ്രസ് സമിതിയെ നിയോഗിച്ചെങ്കിലും തനിക്ക് പരാതിയൊന്നുമില്ലെന്നും എടുത്തുചാട്ടമാണ് സംഭവിച്ചതെന്നുമായിരുന്നു കെ മുരളീധരന്റെ മറുപടി. അതേസമയം KPCC അധ്യക്ഷനെ സഹായിക്കാൻ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, KPCC ഓഫീസ് സെക്രട്ടറി തുടങ്ങിയ പദവികൾ നിലനിൽക്കെ അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന തസ്തിക സൃഷ്ടിച്ചത് തെറ്റായ കീഴ്വഴക്കമാണെന്നും മുതിർന്ന നേതാക്കളിൽ നിന്നുൾപ്പെടെ ഇത് വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയെന്നുമാണ് ഹൈക്കമാൻഡ് നിലപാട്. KPCC അധ്യക്ഷൻ രാഷ്ട്രീയമായി പ്രതിരോധത്തിലായ ഘട്ടങ്ങളിൽ അറ്റാച്ച്ഡ് സെക്രട്ടറി മൗനം തുടർന്നെന്നും പാർട്ടിക്കെതിരായ രാഷ്ട്രീയ എതിരാളികളുടെ സംഘടിതമായ നീക്കങ്ങൾ ചെറുക്കാൻ രണ്ടാം നിരയെ വളർത്തിയെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നുമാണ് ഹൈക്കമാൻഡിന്റെ വിമർശനം. വിശ്വസ്തരെ ഒപ്പം നിർത്തുന്നതിൽ കെ സുധാകരന് പിഴവ് സംഭവിച്ചെന്നും ഈ പശ്ചാത്തലത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അടിയന്തര ഇടപെടൽ നടത്താനുമാണ് KPCC അധ്യക്ഷന് ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഡാൻ, തൃശൂരിലെ കോൺഗ്രസിന്റെ ദയനീയമായ പരാജയത്തിന് ചരട് വലിച്ചത് കെ ജയന്താണ്. അതിൽ വ്യക്തിപരമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു ജയന്തിന് ഉണ്ടായിരുന്നത് എന്ന വിലയിരുത്തലിലേക്കാണ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ വളരെ ഗുരുതരമായ ഒരു ആഭ്യന്തര വിഷയമാണ്. ജയന്തിനെതിരെയുള്ള നടപടികൾക്കുള്ള സാധ്യതയുണ്ടോ? ഇത് നേതൃത്വം ശരിവെക്കുന്ന കാര്യങ്ങളാണോ? കെ മുരളീധരന് ആദ്യം തന്നെ കെ ജയന്തിനെ ഇത്തരത്തിൽ സംശയമുണ്ടായിരുന്നു. മുരളീധരൻ ഉയർത്തിക്കാട്ടിയ ഒരു പേരായിരുന്നോ ഇത്? എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അരിയ പുനഃസംഘടനയും നേതൃമാറ്റവും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും വഴിവെക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചില നിരീക്ഷണങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. അവിടെ എടുത്തു പറയുന്ന കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ 2024 മത്സരിക്കാനില്ലെന്ന നിലപാടിലായിരുന്നു KPCC അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ. അങ്ങനെയാണെങ്കിൽ സുധാകരന് പകരക്കാരനായി അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട സാഹചര്യം വരും. ആ ഒരു പശ്ചാത്തലത്തിലാണ് പല പേരുകൾ അവിടെ ചർച്ചയിൽ സജീവമായത്. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു മുസ്ലിം പ്രാതിനിധ്യം അവിടെ സ്ഥാനാർത്ഥിയായി വരണമെന്ന ആശയം, അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായി. അവിടെ പല പേരുകൾ ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാനമായി ടി സിദ്ദിഖ്, കൽപ്പറ്റ MLA കൂടിയായ ടി സിദ്ദിഖ്, അതോടൊപ്പം KSUവിന്റെ മുൻ സംസ്ഥാന ഭാരവാഹി കൂടിയായ VP അബ്ദുൾ റഷീദ്, ഇങ്ങനെ രണ്ട് പേരുകളാണ് മുൻഗണനയിൽ വന്നത്. അങ്ങനെ വന്നാൽ കണ്ണൂരിൽ തനിക്ക് മത്സരിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ കെ ജയന്ത്, സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമം നടത്തിയ കെ ജയന്ത് വളരെ ബോധപൂർവം വടകരയിലെ സിറ്റിംഗ് MP ആയിരുന്ന കെ മുരളീധരനെ BJPക്കെതിരായ നേർക്കുനേർ പോരാട്ടം നയിക്കാൻ മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറണം എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി. മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റാൻ ശ്രമം നടത്തി. അവിടെ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കിക്കൊണ്ട് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കുകയായിരുന്നു. അങ്ങനെ തനിക്ക് ഈഴവ പ്രാതിനിധ്യത്തിന്റെ പേരിൽ കണ്ണൂരിൽ മത്സരിക്കാൻ അവസരമുണ്ടാകുമെന്നായിരുന്നു കെ ജയന്തിന്റെ നിലപാട്. ആ ഒരു ചർച്ചകൾ അങ്ങനെ പുരോഗമിക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡ് നേതൃത്വം KPCC അധ്യക്ഷൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കണമെന്ന നിലപാടെടുത്തത്. കർശനമായ നിലപാട് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായതിന് പിന്നാലെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ, അനിഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സുധാകരൻ മത്സരരംഗത്തേക്ക് കടന്നുവരുന്ന ഒരു സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് കെ ജയന്തിന്റെ സ്ഥാനാർത്ഥിത്വ മോഹം ഭംഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട നിർണായകമായ പല തീരുമാനങ്ങളിലും ബ്ലോക്ക് ഭാരവാഹികളെ നിയമിച്ച നടപടികളിലടക്കം അറ്റാച്ച്ഡ് സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് കെ ജയന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് മുതിർന്ന നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ കെ ജയന്തിനെ അങ്ങനെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന നടപടികളിൽ നിന്ന് മാറ്റി നിർത്താൻ KPCC അധ്യക്ഷൻ നിർബന്ധിതനായിരുന്നു. അതിനിടയിലാണ് തൃശ്ശൂരിലെ കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട മുരളീധരനെ തൃശ്ശൂരിൽ ബലിയാടാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ
കെ ജയന്തന്റെ കൃത്യമായ ഇടപെടലുണ്ടായി എന്ന നിരീക്ഷണം കൂടി ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് കെ മുരളീധരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്ത് പ്രതികരണം നടത്തും എന്നത്. മുരളീധരന് ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നെന്നും എന്നാൽ ഔദ്യോഗികമായി പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത് KPCC അധ്യക്ഷനെ പ്രതിരോധത്തിലാക്കാതെ ഇരിക്കാനാണ് എന്നുമായിരുന്നു മുരളീധരനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുരളീധരൻ ഈ വിഷയത്തിൽ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം, ഈ KPCC അധ്യക്ഷന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയാണ് കെ ജയന്ത്. കെ സുധാകരന് ഈ വിഷയത്തിൽ എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകളോ വിലയിരുത്തലോ ഹൈക്കമാൻഡ് ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ ഇതൊരു ഒറ്റയാൾ നീക്കമായിരുന്നു എന്ന തലത്തിൽ മാത്രമാണോ ഈ ചർച്ചകളൊക്കെ നടന്നത്? കെ മുരളീധരനെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു സൈഡ് ലൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ നീക്കം കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അവിടെയാണ് ഈ ജയസാധ്യത ഉണ്ടായിരുന്ന വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് കടുത്ത മത്സരം നടക്കുന്ന തൃശ്ശൂരിലേക്ക് എന്തിന് കെ മുരളീധരനെ പോലെ ഒരു പ്രമുഖ നേതാവിനെ പരീക്ഷിച്ചു എന്ന ചോദ്യം ഉയരുന്നത്. അതിന് കൃത്യമായ ഉത്തരം നേതൃത്വം ഇതുവരെ നൽകിയിട്ടുമില്ല. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യമാണ് മുരളീധരൻ കടുത്ത അതൃപ്തി ആ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തന്റെ എടുത്തുചാട്ടമാണ്, തന്റെ ജാഗ്രതക്കുറവാണ് ഇങ്ങനെ തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് മുരളീധരൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പരാമർശം നടത്താൻ പരസ്യമായോ അതല്ലാതെ നേതൃത്വത്തോടോ അങ്ങനെ ഒരു പരാതി പറയാൻ ആദ്യഘട്ടങ്ങളിലൊന്നും മുരളീധരൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തനിക്കെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരെ കൃത്യമായി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തണമെന്നൊരു നിലപാട് കെ മുരളീധരൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചത് മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രതികരണമാകും നടത്തുക എന്നത് ശ്രദ്ധേയമായി മാറാൻ പോകുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പേവിഷബാധയേറ്റ് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 7 വയസ്സുകാരിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് SIT ആശുപത്രി അധികൃതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, എങ്ങനെയുണ്ട് കുട്ടിയുടെ ആരോഗ്യനില? ഇന്നലെ SIT ആശുപത്രിയുടെ സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് മാത്രമാണ് നിലവിൽ നമുക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്ക് ആരോഗ്യനില തൽസ്ഥിതി തുടരുകയാണ് എന്നതിനപ്പുറത്തേക്ക് മറ്റ് വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. SIT ആശുപത്രിയുടെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഈ 7 വയസ്സുകാരി കഴിയുന്നത്. വാക്സിൻ എടുത്തതിന് ശേഷവും എങ്ങനെയാണ് ഈ കുട്ടിക്ക് പേവിഷബാധ ഏറ്റത് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത്. വാക്സിന്റെ ഗുണനിലവാരം അടക്കമുള്ള കാര്യങ്ങളെ സംശയ നിഴലിൽ നിർത്തുന്നതാണ് ഈ കുട്ടിക്ക് പേവിഷബാധയേക്കാൻ ഇടയായ സാഹചര്യം. അതുതന്നെയാണ് വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് SIT ആശുപത്രി അധികൃതരും നമ്മളെ അറിയിക്കുന്നത്. എന്തായാലും അപകടനില ഇപ്പോഴും തരണം ചെയ്തിട്ടില്ല എന്നും അതേസമയം സാധ്യമായതെല്ലാം ചെയ്യുകയാണ് എന്നുമാണ് SIT ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. തീർച്ചയായും 7 വയസ്സുകാരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്. എന്തായാലും ആരോഗ്യവകുപ്പ് കൂടുതൽ അന്വേഷണം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട്. എന്തുകൊണ്ട് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏറ്റു? പേവിഷബാധയേറ്റ് 2 മരണം ഈ അടുത്തിടയ്ക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത്. അത് 2 കുട്ടികളാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വാക്സിൻ എടുത്തിട്ടും മരണപ്പെട്ട സാഹചര്യം. അതിൽ ഒന്ന് ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വന്നത്. പത്തനംതിട്ടയിൽ നിന്ന് പേവിഷബാധയേറ്റ് മരിച്ച 13 വയസ്സുകാരിയുടെ വാർത്ത. ഈ 13 വയസ്സുകാരി ഭാഗ്യലക്ഷ്മിയുടെ രക്ഷിതാക്കൾ ആരോഗ്യവകുപ്പിന് പരാതി നൽകുമെന്നുള്ളതാണ് ആ വാർത്തയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. വാക്സിൻ എടുത്ത ശേഷമാണ് കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും വീഴ്ച ചൂണ്ടിക്കാട്ടി കളക്ടർക്കും പരാതി നൽകും. ശശിനാരായണൻ വിവരങ്ങൾ നൽകും. ശശിനാരായണൻ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വാക്സിൻ എടുത്തിട്ടും എന്തുകൊണ്ട് മരണം സംഭവിച്ചു, പേവിഷബാധ എങ്ങനെ ഏറ്റു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേകിച്ച് മൃഗസംരക്ഷണ വകുപ്പിനെ പഞ്ചായത്തിന്റെയും വീഴ്ചയൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ പരാതിയിൽ അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്?
ആര്യ, പ്രധാനമായി കുടുംബം ഉന്നയിക്കുന്ന കാര്യം കാരണം കുട്ടിക്ക് 3 വാക്സിൻ ഡോസ് പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി മരണപ്പെടാനുള്ള പേവിഷബാധ ഏറ്റ് മരണപ്പെടാനുള്ള സാധ്യത കുറവാണെന്നുള്ള വിശ്വാസമാണ് പൊതുവെ ഉള്ളത്. എന്തായാലും വീട്ടുകാർക്കും അത്ര തന്നെ ഉള്ളത്. കടിയേറ്റ സമയം, അതായത് ഡിസംബർ 13-നാണ് ഈ കുട്ടിക്ക് കടിയേൽക്കുന്നത്. തൊട്ടടുത്ത് ഉള്ള വീട്ടിലെ വളർത്തുനായാണ് ഈ കുട്ടിയെ കടിക്കുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കുട്ടിയെ എത്തിക്കുന്നു. അവിടെ നിന്ന് വാക്സിൻ എല്ലാം പൂർത്തീകരിച്ചത് എല്ലാ ഡോസുകളും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് പിന്നീടാണ് ഏപ്രിൽ 2-ാം തീയതി ഈ കുട്ടിക്ക് അവശത അനുഭവപ്പെടുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ഏപ്രിൽ 9-ാം തീയതി കുട്ടി മരണപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടും ഈ കുട്ടി മരിക്കാനുണ്ടായ കാരണമാണ് ആശങ്ക ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഒരു ചോദ്യമായി അവർ ഉന്നയിച്ചത്. പക്ഷേ ഈ കാലഘട്ടത്തിലൊക്കെ ഈ ചികിത്സ നടക്കുന്ന സമയങ്ങളിലൊക്കെ ആരോഗ്യവകുപ്പിന്റെയോ അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഈ കുട്ടിയെ ഈ നായ കടിച്ചതിന് ശേഷം അത് ചത്തതിന് ശേഷം അത് പരിശോധിക്കാനോ അവിടെ എത്താനോ മൃഗസംരക്ഷണ വകുപ്പിലെ ആൾക്കാരോ അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ ആൾക്കാരോ എത്തിയില്ല. അതുപോലെ തന്നെ കുട്ടിയെ ചികിത്സിക്കുന്ന സമയത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് വിവിധ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആദ്യം തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലായിരുന്നു, അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അതിനും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിക്ക് ശേഷം അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിലൊക്കെ ഈ സമയങ്ങളിലൊക്കെ ഈ ആരോഗ്യവകുപ്പിന്റെ ഒരു ഇടപെടലോ ഇവരോട് വിവരം അന്വേഷിക്കുന്ന കാര്യത്തിലോ ഒന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടാണ് കുടുംബം ഇത് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ കൈത്തണ്ടയിലാണ് ഈ കൈയുടെ മുകൾ വശത്താണ് ഈ കൈപ്പത്തിക്ക് മുകളിലാണ് ഈ നായ കടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വാക്സിൻ കൃത്യമായി സോപ്പ് ഉപയോഗിച്ച് കഴുകുകയും ആശുപത്രിയിൽ എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. കാരണം ഡിസംബർ 13 രാവിലെയാണ് സംഭവിക്കുന്നത്. 8 മണിയോടുകൂടിയാണ് നായ കടിക്കുന്നത്, ആശുപത്രിയിൽ എത്തിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വീട്ടുകാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, വാക്സിൻ എടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ കുട്ടിക്ക് വാക്സിൻ എടുത്തതിന് ശേഷം ഇത്ര പേവിഷബാധ ഏറ്റവും ഒരു മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് തന്നെയാണ് അത് അവർ ഉന്നയിക്കുന്ന ഈ വാക്സിന്റെ ഗുണനിലവാരത്തെ കുറിച്ചും ആശങ്കയുണ്ട്. ഒപ്പം ഇത് വാക്സിൻ എടുത്തതിനുള്ള ആളുകൾ, അത് സാധാരണഗതിയിൽ വാക്സിൻ എടുക്കുമ്പോൾ കൃത്യമായ രീതിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് എടുക്കുന്നതിനുള്ള പരാജയമാണ്. കൈത്തണ്ടയിൽ എടുക്കുന്ന സമയത്ത് കൃത്യമായി തൊലിപ്പുറത്തെടുക്കുന്നതാണ് ഈ വാക്സിൻ എടുക്കുന്നത്. ആ എടുക്കുന്നതിനുള്ള പരിചയക്കുറവോ മറ്റു കാര്യങ്ങളാണ് ഇത് ഫലിക്കാതെ പോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വീട്ടുകാർക്ക്, ഈ അച്ഛനും ബന്ധുക്കൾക്കും ഒക്കെ അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. കാരണം എങ്ങനെ സംഭവിച്ചു, കൃത്യമായ സമയങ്ങളിൽ ഈ വാക്സിൻ എടുത്തിട്ടും ഈ കുട്ടി മരിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളൊരു ആശങ്ക അവർ നിലനിൽക്കുന്നു. പക്ഷേ ആരോഗ്യവകുപ്പിലെ വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നത് കുട്ടിയുടെ കൈപ്പത്തിയിലാണ് നായ കടിച്ചിട്ടുള്ളത്. ഈ നാഡീവ്യൂഹത്തിലൂടെ ചേർന്ന ഉള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത്തരത്തിൽ ആഴത്തിൽ മുറിവുണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ തലച്ചോറിലേക്ക് വൈറസ് എത്താനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഈ വാക്സിൻ എടുത്താൽ പോലും ഒരു 80% അതിന് സാധ്യതയില്ല എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ കൃത്യമായ എല്ലാ നടപടികളും ചെയ്തിട്ടും ഈ കുട്ടി മരണപ്പെടാനുണ്ടായ കാര്യങ്ങളാണ് ഇപ്പോഴും അവരെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നത്. ആ കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് ഈ കുട്ടിക്ക് പേവിഷബാധ ഏറ്റതിന് ശേഷവും ചികിത്സിക്കുന്ന സമയത്തും ആരോഗ്യവകുപ്പിന്റെ രീതിയിലുള്ള ഇടപെടലും അന്വേഷണവും മറ്റു കാര്യങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ പിതാവും ബന്ധുക്കളും എല്ലാം ആരോപിക്കുന്നത്. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഇവർ തന്നെ ഈ നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് വീട്ടുകാർ തന്നെ സംശയിച്ചതിന് 3-ാം ദിവസം തന്നെ നായ ചത്തു. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പോഴാണ് നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം ഈ വീട്ടുകാർ ചെയ്യുമ്പോഴും ആരോഗ്യവകുപ്പിന്റെയും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഉള്ള വീഴ്ച ഈ ഭാഗങ്ങളിലെല്ലാം ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പ്രധാനമായി ഉന്നയിക്കുന്നത്. തീർച്ചയായും ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഏൽക്കുന്നു. 2 കുട്ടികൾ ഈ അടുത്തിടെ മരിച്ചു. ഇപ്പോൾ ഒരു 7 വയസ്സുകാരി കൊല്ലം സ്വദേശി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. വാക്സിന്റെ ഗുണനിലവാരത്തിലെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ മറ്റു വിവരങ്ങൾ റിസൾട്ടൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. 2021 ശേഷം 22 പേരാണ് സമാനമായ രീതിയിൽ പേവിഷബാധയ്ക്ക് കുത്തിവയ്പ് എടുത്തതിന് ശേഷവും പേവിഷബാധ മൂലം മരണപ്പെട്ടത് എന്നുള്ളത് ആശങ്കാജനകമായ ഒരു കണക്ക് തന്നെയാണ്. എത്രയും വേഗം നടപടി വേണ്ട ഒരു വിഷയം കൂടിയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ വിവിധ തലത്തിലുള്ള അന്വേഷണം തുടരുകയാണ്. തീപിടുത്തം, അസ്വാഭാവിക മരണം എന്നിവയിൽ അന്വേഷണം നടത്തുന്ന പോലീസ് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, എങ്ങനെ പുരോഗമിക്കുന്നു അന്വേഷണം? ആര്യ, ഇന്നലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഫോറൻസിക് വിഭാഗവും പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് നൽകി എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ CPU യൂണിറ്റിലെ തീപിടുത്തത്തിനുള്ള കാരണം ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന ഒരു നിഗമനത്തിലാണ് ഇവർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ട് കാരണം ഒരു ബാറ്ററി ചൂടാവുകയും അത് വീർത്തു വരികയും ചെയ്തു. അത്തരത്തിൽ വീർത്തു വന്ന ബാറ്ററി പൊട്ടിത്തെറിച്ച് തീപിടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ തീ പടർന്ന്
മറ്റു ബാറ്ററികളും കത്തി നശിച്ച ശേഷം ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇത്തരത്തിൽ 34 ബാറ്ററികൾ കത്തി നശിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ആ ബാറ്ററികളൊക്കെ പുറത്ത് ഇന്നലെ ഇടുകയും ചെയ്തിരുന്നു. അവയിൽ വിശദമായ പരിശോധന നടത്തിയ ശേഷമാണ് ഇത്തരത്തിൽ ഒരു ബാറ്ററി ബൾജ് ചെയ്യുകയും ആ ബാറ്ററി പൊട്ടിത്തെറിക്കുകയും മറ്റുള്ള ബാറ്ററികളിലേക്ക് ഈ പൊട്ടിത്തെറി പടരുകയുമാണ് ഉണ്ടായതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ബാറ്ററി സൂക്ഷിച്ച മുറി അപ്പാടെ ഈ തീ പടർന്നിരിക്കുന്നു. പൂർണ്ണമായും ആ മുറിക്കുള്ളിൽ തീപിടുത്തമുണ്ടായി. എന്നാൽ ആ മുറി ഒരു അടച്ചിട്ട മുറി ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഈ തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഒപ്പം ജീവനക്കാർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഉള്ളിൽ നിന്ന് ശക്തമായി ആരോ തള്ളുന്നു അല്ലെങ്കിൽ ഈ കതകിൽ ഇടിക്കുന്ന രീതിയിലുള്ള ശബ്ദം കേട്ടിരുന്നു. അത് ഈ തീപിടുത്തത്തിന്റെ മർദ്ദത്തിലാണ് അത്തരമൊരു ശബ്ദം കേട്ടെന്ന ഒരു നിഗമനത്തിലാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലെഡ് ആസിഡ് ബാറ്ററികളാണ് ഈ പൊട്ടിത്തെറിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് തന്നെ അന്വേഷണ സംഘം എത്തുന്നു. അതായത് ബാറ്ററിക്ക് തന്നെയായിരുന്നു പ്രശ്നം. ബാറ്ററിക്കുള്ളിലെ പ്രശ്നങ്ങളാണ് ആ പൊട്ടിത്തെറിയിലേക്ക് നയിക്കപ്പെട്ടത്. പക്ഷെ ആ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങിയതുകൊണ്ട് തന്നെ മറ്റിടങ്ങളിലേക്ക് തീ പിടിക്കുകയോ മറ്റ് അനിഷ്ട സംഭവങ്ങൾ, അതായത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ അല്ലെങ്കിൽ NRI മെഷീനുകൾക്കോ ഒന്നും തീപിടുത്തം ഉണ്ടായില്ല. ആ മുറിക്കുള്ളിൽ വെച്ച് തന്നെ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ബാറ്ററിയുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരെയും സ്കാനിംഗ് മെഷീനിന്റെയും ഒക്കെ ഇൻസ്റ്റലേഷൻ നൽകിയ കമ്പനിയുടെയും മൊഴി ഒക്കെ അധികൃതർ രേഖപ്പെടുത്തും. 6 മാസം മുമ്പും ഈ ബാറ്ററിക്ക് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നതാണ് എന്ന് രേഖകളിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ രേഖകളടക്കം വിശദമായി പരിശോധിച്ചു വരുന്നു. ഒപ്പം ഈ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മൊഴി പൂർണ്ണമായി രേഖപ്പെടുന്നതിനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഇതിനൊപ്പമാണ് ഈ അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണങ്ങളും ഈ തീപിടുത്തമുണ്ടായ സമയത്ത് ചികിത്സയ്ക്ക് നിഷേധമുണ്ട് അല്ലെങ്കിൽ ആളുകളെ അവിടെ നിന്നും താഴേക്ക് മറ്റുമൊക്കെ മാറ്റിയപ്പോൾ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായുള്ള പരാതികൾ ഉയർന്നിരുന്നു. അക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കാനുള്ള വിദഗ്ധ സമിതിയും താമസിയാതെ അന്വേഷണം ആരംഭിക്കും. എന്തായാലും ഈ തീപിടിച്ച ബ്ലോക്കിലെ വൈദ്യുതി സംവിധാനം ഇന്നലെ തന്നെ പുനഃസ്ഥാപിച്ചിരുന്നു. ഒപ്പം പഴയ കാഷ്വാലിറ്റി വിഭാഗത്തിൽ പൂർണ്ണമായും അത്യാഹിത വിഭാഗത്തിന്റെ ചികിത്സ ആരംഭിച്ചിട്ടുമുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പരിപാടിയിൽ ഉദ്ഘാടകനായി മഹാരാഷ്ട്ര ഗവർണർ. പുതുപ്പള്ളിയിൽ ഇന്ന് നടക്കുന്ന പരിപാടിയിലാണ് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ എത്തുന്നത്. ചാണ്ടി ഉമ്മനാണ് CP രാധാകൃഷ്ണനെ ക്ഷണിച്ചത്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു നടപടിയാണല്ലോ. എന്തുകൊണ്ട് CP രാധാകൃഷ്ണൻ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ ചാണ്ടി ഉമ്മന്റെ കയ്യിൽ? സ്വാഭാവികമായി നോക്കിക്കഴിഞ്ഞാൽ ഗവർണർമാരെ ഏത് പരിപാടിക്കും വിളിക്കാം, ഏത് പാർട്ടിയുടെ പരിപാടിക്കും വിളിക്കാം. പക്ഷെ ഇതിനുള്ളിൽ ചില രാഷ്ട്രീയങ്ങളുണ്ട്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ഇതിൽ കടുത്ത വിമർശനവും എതിർപ്പും ഒക്കെയുണ്ട്. ചാണ്ടി ഉമ്മൻ ഈ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പല പരിപാടികളും പാർട്ടിയോട് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ CP രാധാകൃഷ്ണന്റെ പ്രത്യേകത, അദ്ദേഹം BJP നേതാവായിരുന്നു. നേരത്തെ RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആ നിലയിൽ വന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഗവർണറാണ്, ആ നിലയിൽ ക്ഷണിച്ചതാണ് എന്നായിരിക്കാം ഒരുപക്ഷെ ചാണ്ടി ഉമ്മന്റെ മറുപടി. അതിൽ എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ ഈ പരിപാടിക്ക് ശേഷം അദ്ദേഹം വിശദീകരിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഒപ്പം തന്നെ ഒരു സ്കൂൾ, ഡോൺ ബോസ്കോ സ്കൂളുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു പരിപാടി നടത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ഇന്ന് തന്നെ പുതുപ്പള്ളി പള്ളി, ഒപ്പം തന്നെ ഓർത്തഡോക്സ് സഭ ആസ്ഥാനം എന്നിവിടങ്ങളിലൊക്കെയും ഈ CP രാധാകൃഷ്ണൻ എത്തുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചാണ്ടി ചൂണ്ടിക്കാട്ടാനാണ് സാധ്യത. എന്തായാലും കോൺഗ്രസിനുള്ളിൽ കടുത്ത വിമർശനവും ഇതിൽ ഒരു മുറുമുറുപ്പും ഉണ്ട്. നേതാക്കൾ ആരും അങ്ങനെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു നേതാവിനെ ഒക്കെ കൊണ്ടുവന്ന്, മുൻ BJP നേതാവിനെ, അറിയപ്പെടുന്ന ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ഒരു നേതാവിനെ കൊണ്ടുവന്ന് ഫലത്തിൽ ഗവർണർ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിനെതിരെ ഒരു മുറുമുറുപ്പുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ അറസ്റ്റിലായ കൺസൾട്ടൻസി കമ്പനി മേധാവിയും ഡോക്ടറുമായ കാർത്തിക പ്രദീപിനെതിരെ നിരവധി പരാതികൾ. UK-യിൽ ജോലി നൽകാമെന്ന് പറഞ്ഞാണ് കാർത്തിക പ്രദീപ് ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തത്. 2022 മുതൽ കാർത്തികയ്ക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, 2022 മുതൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാർത്തികയ്ക്കെതിരെ, അല്ലേ?
അതെ ആര്യ, നേരത്തെ ഇതുപോലെ അതായത് ഈ കാർഷിക പഠിച്ചിരുന്ന ഉക്രൈനിൽ മെഡിസിൻ പഠിച്ചിരുന്ന ഉക്രൈനിൽ തന്നെ മലയാളി വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നുള്ളൊരു കേസ് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ കേസിൽ ഉക്രൈൻ മലയാളി അസോസിയേഷൻ ഇടപെട്ടതുമാണ്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട കാർത്തിക്ക് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക തട്ടിപ്പ് നടത്തുന്നത്. അവരുടെ ഈ MBBS ബിരുദത്തിന്റെ കാര്യത്തിലും അതുകൊണ്ട് സംശയമുണ്ട്. വ്യാജമെന്ന് പറയാൻ പറ്റില്ല. ഒരു മെഡിസിൻ സ്റ്റുഡന്റ് ആയിരുന്നു, പക്ഷെ അത് പൂർത്തിയാക്കിയിട്ടില്ല. ഡോക്ടർ എന്ന് പറയാനായിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ഡോക്ടർ എന്നുള്ള തസ്തിക ഉപയോഗിച്ച് തന്നെയാണ് കാർത്തിക ഉക്രൈനിൽ ഡോക്ടറാണ് എന്നുള്ള തസ്തിക ഉപയോഗിച്ച് തന്നെയാണ് തട്ടിപ്പ് നടത്തിയിട്ടുള്ളതും ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തി വന്നതും അങ്ങനെ തന്നെയാണ്. കൊച്ചിയിൽ നേരത്തെ മുതലേ ഇത്തരം വിവിധ പരാതികളുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിൽ പുല്ലേപ്പടിയിൽ പ്രവർത്തിക്കുന്ന ഈ കാർത്തികയുടെ ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. നേരത്തെയും ഇത്തരം പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് ആ കണ്ടെത്തലുണ്ടായിരുന്നത്. തുടർന്നാണ് കാർത്തിക ഓഫീസ് പൂട്ടി കോഴിക്കോടേക്ക് ഒളിവിൽ പോകുന്നത്. ഈ കേസ് മാത്രമല്ല, തൃശൂർ സ്വദേശിനി 5,23,000 രൂപയ്ക്കാണ് 5 തവണയായി തന്റെ അടുത്തുനിന്ന് പണം വാങ്ങി എന്നുള്ള പരാതി രംഗത്തെത്തിയതോടെ, അതായത് UK-യിൽ സോഷ്യൽ വർക്കറായി ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പണം വാങ്ങിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മറ്റ് 5 പരാതികളും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ കേസുകൾ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് മൊത്തമായി ഏതാണ്ട് 3 കോടി രൂപയിലധികം ഈ 2024 ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ആജ്ഞ രവീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. 3 കോടിയോളം രൂപയുടെ വലിയ തട്ടിപ്പിന്റെ വാർത്തയാണ് കാർത്തിക പ്രദീപിനെതിരെ ഇപ്പോൾ വരുന്നത്. 9 മണി വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പുതിയ വാർത്തകളും വിശകലനങ്ങളുമായി TG സജിത്ത് ചേരും ന്യൂസ് ട്രെൻഡ്സിൽ. നമസ്കാരം.